നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ വീട്ടിൽ മദ്യം വിൽപ്പന നടത്തിയ ആളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ഡോക്ടർ കനകരലിക്ക് സമർപ്പണമായി ചേർപ്പ് സോപാനത്തിൽ നടന്ന മോഹിനിയാട്ടം ശ്രദ്ധേയമായി. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോടന്നൂർ സംഘം പരിസരത്ത് വെച്ച് ഹരിത പദ്ധതിയുടെ ഭാഗമായി മേൽത്തരം പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴുപ്പള്ളിക്കര കല്ലേൽ വീട്ടിൽ 23 വയസ്സുള്ള ശ്യാമാണ് അറസ്റ്റിലായത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ മാസം 14-ന് പീച്ചിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ എടുത്ത് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അശ്ലീലം കലർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് KR ഹരിയുടെ പരാതി പ്രകാരമാണ് ചേർപ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. യുവാവിനെ പിടികൂടിയതും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വീട്ടിൽ മദ്യം വിൽപ്പന നടത്തിയ ആളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ചിറക്കൽ കൊറ്റംകോട് കൊടക്കാട്ടിൽ വീട്ടിൽ ബാലൻ മകൻ 48 വയസ്സുള്ള പ്രദീപിനെയാണ് ചേർപ്പ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ TS സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിൽപ്പന നടത്തി ബാക്കിയുണ്ടായിരുന്ന 6.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഇയാളിൽ നിന്ന് കണ്ടെത്തി. ചേർപ്പ് എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർമാരായ സന്തോഷ് ബാബു, കൃഷ്ണപ്രസാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഹിമ, എക്സൈസ് ഡ്രൈവർ ഷൈജു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ കനകരലിക്ക് സമർപ്പണമായി ചേർപ്പ് സോപാനത്തിൽ മോഹിനിയാട്ടം നടന്നു. പ്രസിദ്ധ സ്വാതി തിരുനാൾ കൃതി ഭാവയാമി രഘുരാമമാണ് മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ചത്. രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രന്റെ കൂടെ യാഗത്തിന് വിടുന്നത് മുതൽ രാവണനെ വധിച്ച ശേഷമുള്ള ശ്രീരാമന്റെ പട്ടാഭിഷേകം വരെയുള്ള രാമായണത്തിലെ പല ഭാഗങ്ങളും അവതരിപ്പിച്ചു. ഡോക്ടർ ഡിംപിൾ നായർ, സ്നേഹ നമ്പ്യാർ, രാധിക വിശ്വനാഥൻ, ഉന്നതി ഹിമത് കുമാർ, അജ്മറെ നയന പ്രകാശ്, ഭദ്ര രാജീവ്, ശ്രുതി മോഹനൻ, അനന്യ അമൃത താജ്, ദിമനിത ദാസ്, ഐഷാനി ചാറ്റർജി എന്നിവരാണ് 1 മണിക്കൂറോളം മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. ഡോക്ടർ കനകരലെ ചിട്ടപ്പെടുത്തിയ ഈ അവതരണം കലാമണ്ഡലം C ഗോപാലകൃഷ്ണനാണ് അഭ്യസിപ്പിച്ചത്. സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോടന്നൂർ സംഘം പരിസരത്ത് വെച്ച് ഹരിത പദ്ധതിയുടെ ഭാഗമായി മേൽത്തരം പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് CO ജേക്കബ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ P അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, KR ചന്ദ്രൻ,
എ റപ്പായി, ടി കെ രാജു, സി ആർ വേലായുധൻ, ഫാൻസി ആൻഡ് എന്നിവർ സംസാരിച്ചു. എല്ലാ വർഷവും ഈ പ്രാവശ്യം ഗവൺമെൻറ് പറയുന്നത് നമ്മുടെ പ്ലാവിന് വലിയ പ്രസക്തി ലോക ആഗോള രംഗങ്ങളിൽ വലിയ മതിപ്പുണ്ടായിരിക്കുകയാണ്. ചക്ക ഇന്ന് ഏറ്റവും വലിയ വിദേശ നാണ്യം നേടിത്തരുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ചക്ക ഇന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും നമുക്ക് അപൂർവ വസ്തുവായിരുന്നതല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ വിദേശത്ത് ഇന്ന് ഈ ചക്കയ്ക്കുള്ള മാർക്കറ്റ് വളരെ കൂടുതലായിരിക്കുക. അതുകൊണ്ടാണ് ഈ വർഷം നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് സംസ്ഥാന വ്യാപകമായി പരമാവധി ആളുകളിലേക്ക് നല്ല ഇനം മേൽത്തരം പ്ലാവ് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. നമ്മുടെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ നമ്മുടെ ഇവിടെ വരുന്ന പരമാവധി ആളുകൾക്ക് ഈ പ്ലാവ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വിഭിന്ന സൗജന്യ പരിശീലന കേന്ദ്രമായ അഡാപ്റ്റ് സൊസൈറ്റിയിൽ ലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSRF ഉപയോഗിച്ച് നിർമ്മിച്ച ലിഫ്റ്റ് SIB ബാങ്ക് ജോയിന്റ് ജനറൽ മാനേജർ രേഖ VR ആണ് ഉദ്ഘാടനം ചെയ്തത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ, ചീഫ് മാനേജർ ഷൈൻ കാപ്പൻ, ക്ലസ്റ്റർ ഹെഡ് കാതറിൻ മേരി ജോൺ, ബ്രാഞ്ച് മാനേജർ വിനീത M, അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് MV സണ്ണി, സെക്രട്ടറി പന്തളം സജിത് കുമാർ, ചാക്കോപോൾ ആളൂർ, MA വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. ട്രെയിനിങ് എന്നതിനുപരി അവർക്ക് ലൈഫിൽ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക, സൊസൈറ്റിയിൽ എല്ലായിടത്തും അവരെ അഡാപ്റ്റ് ചെയ്യപ്പെടുക, ഇവരെ മാറ്റി നിർത്താതെ എല്ലാത്തിനും ഇവരെ കൂടെ നിർത്തുക എന്നൊക്കെ ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങളാണ് നമുക്ക് ഇനിയും വേണ്ടത്. സോ ഇങ്ങനെ അഡാപ്റ്റ് ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ ഒരു പുണ്യപ്രവർത്തനത്തിൽ ഭാഗമാകാൻ കഴിയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ പേരിൽ എല്ലാ നന്ദി ഭാവുകങ്ങളും നേരുന്നു. ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയുമുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ഹഞ്ഞേറിനും അതുപോലെ തന്നെ സജിത്തും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെ ഇവിടെ എത്തുന്ന ഓരോ കുട്ടികളും വളരെ വലിയ മാറ്റമാണുള്ളത്. നമുക്ക് ഇവിടെ അജിത്ത് അവരൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അച്ചാറൊക്കെ ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പലഹാരങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ ഓരോ പ്രവർത്തികളും. ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകൾ അതുപോലെ എല്ലാ പരിപാടികളും നമ്മളിവിടെ നോക്കി കാണുന്നത് ആ കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ പാരൻസിനും അവരുടെ കുടുംബത്തിനും ഒക്കെ സഹായകരമാകുന്ന വിധത്തിലാണ് ഈ അഡാപ്റ്റിന്റെ പ്രവർത്തനം. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ALP സ്കൂൾ പാലിശ്ശേരിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ നിർമ്മിക്കുകയും ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക ക്ലെൻസി ഫ്രാൻസിസ്, അധ്യാപകരായ നിവ്യ ആന്റണി, അനീറ്റ എബ്രഹാം, വിൻസി സജി, ശ്രീജ എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും +2 പരീക്ഷയിൽ വിജയികളായ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, ശിവദാസൻ, സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, ലൈബ്രറിയൻ രാധാരഞ്ജൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ കരുവന്നൂർ സ്വദേശിയെ എക്സൈസ് പിടികൂടി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ഡ്രൈ ഡേ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കരുവന്നൂർ സ്വദേശി തെക്കുടൻ വീട്ടിൽ 46 വയസ്സുള്ള ജിതേഷിനെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും 500 രൂപയുമാണ് ഇയാളിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ MGയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘത്തിൽ AI ഗ്രേഡ് ബാബു സന്തോഷ്, ബിന്ദുരാജ്, ശോഭിത, ശ്യാമലത എന്നിവരും ഉണ്ടായിരുന്നു.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ ട്രെൻഡി ഫാഷനിൽ പരിസ്ഥിതി സൗഹൃദ വസ്ത്രങ്ങളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഫാഷൻ ഷോ വേറിട്ടതായി. റേഷനരി പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചണച്ചാക്കുകളിൽ വരെ വസ്ത്രവൈവിധ്യം തീർത്തിരിക്കുകയാണ് സെന്റ് ജോസഫ് കോളേജിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ. ജൂട്ട്, കയർ, കോട്ടൺ എന്നീ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞാണ് കോളേജിന്റെ തിരുമുറ്റത്ത് വിദ്യാർത്ഥികളായ മോഡലുകൾ റാംവാക്ക് നടത്തിയത്. ഫാഷൻ ഷോയിൽ അണിനിരന്ന മോഡലുകളിലുമുണ്ടായിരുന്നു വൈവിധ്യങ്ങൾ. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ജെന്നിഫറും മണിപ്പൂരിൽ നിന്നുള്ള മേഴ്സിയും മോഡലുകളായി റാമ്പിലെത്തി. വിദേശ വ്യവസായ പ്രമുഖൻ വിപിൻ പാറമേക്കാട്ടിൽ കോളേജിലെ പരിസ്ഥിതി കാർണിവലിനോട് അനുബന്ധിച്ച് നടത്തിയ കയർത്തിമിൽ നാരിഴ എന്ന പേരിൽ അവതരിപ്പിച്ച ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബ്ലെസി അധ്യക്ഷത വഹിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു ഈവെന്റിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജൂട്ട്, കോയർ, കോട്ടൺ എന്നീ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോസ്റ്റ്യൂംസും ആക്സസറീസും കാര്യങ്ങളാണ്. മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇന്നലെ രാത്രി ഏകദേശം 12 മണിക്ക് ശേഷം ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുകയാണ്. ഇവിടുന്ന് 2 ഭണ്ഡാരങ്ങൾ, ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണൻ്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട്. ആ ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ CCTVയിലൊക്കെ നോക്കിയപ്പോൾ അതിൽ മോഷ്ടാവ് വരുന്നതും കുത്തിപ്പൊളിക്കുന്നതും എല്ലാം നമ്മുടെ CCTVയിൽ പെട്ടിട്ടുണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ കാര്യം പറയുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് 1 മണിക്കൂറിലേറെയാണ് ക്ഷേത്രത്തിൽ തങ്ങിയത്. 4 ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ വെച്ച് താഴ് തകർത്താണ് പണം മോഷ്ടിച്ചത്. വരദരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകളെ ധാരാളം കണ്ടെത്തുന്ന സമയം കൂടിയാണ് മഴക്കാലം. മഴയിൽ മാളങ്ങൾ കുറയുന്നതോടെ പാമ്പുകൾ മറ്റിടങ്ങൾ തേടുന്നതിനാൽ വീടുകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നതും അണലി പ്രസവിക്കുന്നതും മെയ് ജൂൺ മാസങ്ങളിൽ ആൺ അണലി, മൂർഖൻ, ശംഖുവരയൻ എന്നീ വിഷപ്പാമ്പുകളിൽ അണലി, മൂർഖൻ എന്നിവയാണ് കൂടുതലും കണ്ടെത്തുന്നത്. ഇവയുടെ കടിയേറ്റാണ് ഭൂരിഭാഗവും ചികിത്സ തേടുന്നത്. അണലിയുടെ പ്രസവത്തിൽ 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങളുണ്ടാകും. മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നതും 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങളാണ്. വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും 6215 പാമ്പുകളെ രക്ഷപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ പോലും പാമ്പുകളെ കണ്ടെത്തുന്നത് വർദ്ധിക്കുന്നു. തൃശൂർ അയ്യന്തോളിൽ പഴയ വീടിനുള്ളിൽ പൊത്തിൽ നിന്നും 20 മൂർഖൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതായി ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരോട്ടിച്ചാൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 100ഓളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. മരോട്ടിച്ചാൽ പ്രദേശത്ത് കുറച്ചു ദിവസം മുൻപ് പുലിയിറങ്ങി ആടിനെ പിടിച്ചിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര ടൂറിസം
ദിവസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ വീട്ടിൽ മദ്യം വിൽപ്പന നടത്തിയ ആളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ഡോക്ടർ കനകരലിക്ക് സമർപ്പണമായി ചേർപ്പ് സോപാനത്തിൽ നടന്ന മോഹിനിയാട്ടം ശ്രദ്ധേയമായി. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോടന്നൂർ സംഘം പരിസരത്ത് വെച്ച് ഹരിത പദ്ധതിയുടെ ഭാഗമായി മേൽത്തരം പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.